അങ്ങനെ കളിയാക്കിയവരെ മുഴുവൻ തെറി വിളിച്ചോണ്ട് നിതിൻ മോളി ഓവർനൈറ്റ് സ്റ്റാറായി. ഫ്ലാഷ് ബാക്ക്. 376 വകുപ്പ് അനുസരിച്ച ബലാത്സംഗം, 354 വകുപ്പ് അനുസരിച്ച സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളാണ് നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഈ കയ്യടിയല്ലേ സാറേ ഓരോ സ്റ്റാറും സ്വപ്നം കാണുന്നത്? അപ്പൊ ഈ കയ്യടി മൊത്തം എനിക്കാണ്. ഒറ്റയ്ക്ക് വരുമ്പോ പവർ കുറച്ച് കൂടും സാറേ. ഈ പരാതി വ്യാജമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും ഉള്ള ഒരു കുറിപ്പ് നിവിൻ ഇട്ടിരുന്നു. നിവിൻ പോളി വളരെ കോൺഫിഡന്റ് ആയാണ് വരുന്നത്. ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടാളും പോയോണ്ടാ? ആര് പോയി, എന്തിനു പോയി, എവിടെ പോയി? പോകാനായിട്ട് ഞങ്ങൾക്ക് വരാതിരുന്നാ പോരാ. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷനാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ കൂടെ ട്രെയിനിൽ വന്ന ഒറ്റ കാരണം കൊണ്ട് നാട്ടുകാർ നാണം കെട്ടാനാണ് ഞാൻ. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും. ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിൻ്റെ വഴിയിലാണ് പോവുള്ളൂ. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. സംഗതിയേറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെക്കുറിച്ചായിരിക്കും. ഇത് സത്യമല്ലെന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ പാട്ടികളെ.